കൈരളിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണക്കാലത്ത് ഓണവിശേഷങ്ങൾക്കൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ആരാധിക്കുന്ന നമ്മളെ തൊട്ട് അടുത്തറിയാൻ സാധിക്കുന്നു, അവരെ നമുക്ക് അടുത്ത് കിട്ടുന്നു, അവരോട് വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ സാധിക്കുന്നു എന്നത്. ഈ ഓണത്തിലും തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ആരെയും നിരാശപ്പെടുത്തുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഇന്ന് ഇവിടെ എനിക്ക് മുന്നിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെയും ഒരു ചിത്രം ഈ ഓണക്കാലത്ത് നമുക്ക് മുന്നിൽ എത്തുകയാണ്. ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ചിത്രവുമായിട്ടാണ് ഈ ഓണക്കാലത്ത് നമുക്ക് പ്രിയങ്കരനായ നടൻ ശ്രീ പൃഥ്വിരാജ് നമുക്ക് മുന്നിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓണവിശേഷങ്ങളും ചിത്രവിശേഷങ്ങളും ഒക്കെ നേരിട്ട് പൃഥ്വിയോട് ചോദിച്ചറിയാം. അപ്പൊ പൃഥ്വി, വെൽക്കം. ഓണാശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ ഓണക്കാലത്ത് എല്ലാവരും, എനിക്ക് തോന്നുന്നു, പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രവുമായിട്ടാണ് പൃഥ്വി വീണ്ടും ഞങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഊഴം എന്ന ചിത്രവുമായി. ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കും ഓണവിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചില ചിത്രങ്ങൾ റിലീസ് ആവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് ആകാംക്ഷയുണ്ടാവും, പ്രതീക്ഷയുണ്ടാവും മനസ്സിൽ. അത് എസ്പെഷ്യലി ജീത്തു ജോസഫ് എന്ന സംവിധായകനും പൃഥ്വിരാജ് എന്ന നടനും ഒന്നിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ അവരുടെ പ്രതീക്ഷ ഒരുപാട് ഉയരങ്ങളിലാണ്. അതിന് കാരണം മറ്റൊന്നല്ല, ഇതിനു മുൻപ് നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ചിത്രത്തിന്റെ മികവ് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പ്രതീക്ഷ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. മാത്രമല്ല, ഊഴം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ത്രെഡ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ജീത്തു ചേട്ടൻ പൃഥ്വിയോട് ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഊഴം എന്ന സിനിമയുടെ ഒരു ത്രെഡും തോട്ടും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ബിപിൻ പ്രഭാകർ സംവിധാനം ചെയ്ത കാക്കി എന്ന സിനിമ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-9 വർഷങ്ങൾക്ക് മുൻപ് ആ സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഊഴത്തിന്റെ കഥ എന്നോട് പറയുന്നത്. മെമ്മറീസ് എന്ന് പറയുന്ന സിനിമ നടക്കുന്നതിന് മുമ്പ് ഞാൻ കഥ കേട്ട് മെമ്മറീസ് ആ സമയം ഓൾറെഡി പ്രോജക്റ്റ് ഓൺ ആയിരുന്നു. വി വർ ഡൂയിങ് എ ഫിലിം. അന്നാണ് ജിത്തു എനിക്ക് വേറൊരു സബ്ജക്റ്റോടെ രാജുവിനോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതും ഞാൻ ചെയ്യാം എന്ന് അന്നേ പറഞ്ഞതാ. ജിത്തു ഞാനും കൂടെ അടുത്ത ചെയ്യാമെന്ന സിനിമയുടെ കഥയും കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതാണ്. അപ്പൊ ശരിക്കും ഒരു 1-2 വർഷത്തെ അല്ല, ഒരു 8-9 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഊഴം എന്ന സിനിമ ഇപ്പൊ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ പണ്ട് എഴുതിയ ഒരു കഥയാണ് അതിപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സിനിമയാക്കുമ്പോ, അപ്പൊ ഈ കാലഘട്ടത്തിന്റേതായ മാറ്റങ്ങൾ കഥയിൽ വരുത്തിയിട്ടുണ്ടോ? ഫ്രാങ്ക്ലി ഇല്ല. എനിക്ക് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഒരു ഓഫ്കോഴ്സ് ഇൻ ദ സെൻസ് അതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പുകളൊക്കെ ഇന്നത്തെ പോലെ ആക്കി. ഇൻ ദ സെൻസ് അന്നത്തെ ഇപ്പൊ ഈ സിനിമയിലൊരു എന്താ പറയാ, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു 9 വർഷം മുമ്പ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു നാഷണൽ/ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കൺഗ്ലോമറേറ്റിന്റെ ഒരു പ്രതിച്ഛായയും ഇന്നത്തെയും തമ്മിൽ അത്തരം വ്യത്യാസങ്ങളുണ്ട്. കോർ എലിമെന്റ് ഇസ് ദ സെയിം. ആൻഡ് എനിക്ക് അതാണ് ആക്ച്വലി ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഈ റിവെഞ്ച്, പ്രതികാരം, പ്രണയം എന്നൊക്കെ പറയുന്ന കോർ എലിമെന്റ്സ് ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എപ്പോഴും ദേ ആൾ ഓൾവേസ് സൗണ്ട് കണ്ടംപററി. അതുപോലെയാണ് ഊഴവും. എനിക്കിത് ഒരു ഭയങ്കര ഇന്നത്തെ സിനിമ പോലെ തോന്നി. പിന്നെ ഒരു മേജർ ഡിഫറൻസ് വന്നിട്ടുള്ളത്, ജിത്തു എന്നോട് ആദ്യം കഥ പറയുന്നതും ഈ ഷൂട്ടിന് നമ്മുടെ പ്രോജക്റ്റ് ഊഴത്തിന് ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഫൈനൽ ഡ്രാഫ്റ്റ് തരുന്നതും വരെ ഇതിന്റെ നറേറ്റീവ് ഒരു രീതിയിലായിരുന്നു. ഒരു ലീനിയർ ഒരു നറേറ്റീവ് ആയിരുന്നു. ഞാൻ വായിച്ചു, ഞാൻ പറഞ്ഞു ജിത്തു വെരി ഗുഡ്, എക്സലന്റ്, കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ജിത്തു പറഞ്ഞു ഞാൻ ഇതിന്റെ വേറൊരു വേർഷനും കൂടി എഴുതിയിട്ടുണ്ട്, അത് ഹാർഡ് കോപ്പി ഇല്ല, ഞാനത് മെയിൽ ചെയ്ത് തരാം, അതും കൂടെ ഒന്ന് വായിക്കാൻ പറഞ്ഞു. എനിക്ക് സെക്കൻഡ് വേർഷൻ, ആ വേർഷൻ എന്നോട് അതുവരെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടില്ല. കഥ അത് തന്നെയാണ്, പക്ഷെ സ്ക്രീൻ പ്ലേ വേറെ ആയിരുന്നു. സെക്കൻഡ് വേർഷൻ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ ജിത്തുവിനോട് പറഞ്ഞു ഇത് നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട, ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു നറേറ്റീവിന്റെ സ്ട്രക്ചർ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോ വീണ്ടും ആ ഒരു ടൈം ലാപ്പ് സംഭവിച്ചതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത്രയും വർഷം മുമ്പ് പറഞ്ഞ ഒരു കഥ, പക്ഷെ അത് ഈ കാലഘട്ടത്തിലും വളരെ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തീമാണ് ചിത്രത്തില് എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും 8-9 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കഥ ചിന്തിക്കണമെങ്കിൽ വളരെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സംവിധായകൻ തന്നെയാണ് ജീത്തു ജോസഫ് എന്നൊരു വിശ്വാസം പൃഥ്വിരാജിനുണ്ട്. എനിക്ക് ആക്ച്വലി അന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജിത്തു എന്നോട് പറഞ്ഞ 3-4 കഥകളിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിരുന്നു. ഞാൻ അന്ന് തന്നെ എന്റെ പരിചയത്തിലുള്ള ഒരുപാട് പേരുടെയും പറഞ്ഞിട്ടുണ്ട് ജിത്തു ജോസഫ് എന്നൊരാളുണ്ട്. അപ്പൊ അയാൾ ഇങ്ങനെ ഭയങ്കര ജിത്തുനെ ആദ്യം മീറ്റ് ചെയ്യുന്ന എന്റെ അടുത്ത് മെമ്മറീസിന്റെ, അതെ എനിക്ക് തോന്നുന്നു ഞാൻ ഹൈദരാബാദിൽ വേറെ ഏതോ ഷൂട്ടിങ്ങിന്റെ സമയത്താണ്. എനിക്ക് ഭയങ്കരമായിട്ട് ജിത്തുവിന്റെ അന്ന് എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നിയത്, കഥ പറയുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ജിത്തു പറയുന്നത്, ഞാൻ എന്റെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്,
ഇത് എനിക്ക് ഞാൻ ഇപ്പൊ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കിത് രാജു അഭിനയിച്ചാല് നന്നാവുള്ളൂ തോന്നുന്നു. എനിക്കൊരു ധൃതിയില്ല. 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 4 വർഷമോ നോ പ്രോബ്ലം. ചെയ്യണം. അല്ല, എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര എനിക്കത് ഭയങ്കര ഒരു സെറ്റിൽഡ് ആയിട്ട് അന്ന് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ജിത്തു ജോസഫ് അല്ല കേട്ടോ. അന്നൊരു ആസ്പയറിംഗ് ഫിലിം മേക്കർ എന്ന് വേണേൽ പറയാം. ജിത്തുവിന്റെ ആദ്യത്തെ സിനിമ റിലീസ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ ഡിറ്റക്റ്റീവ് റിലീസ് ഐ ഡോണ്ട് റിമെമ്പർ. എന്തായാലും ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒന്നും ഉണ്ടായിട്ടില്ല. അന്നേ ജിത്തുവിന്റെ ഒരു എന്താ പറയാ ഒരു വളരെ പതുക്കെ സെറ്റിൽഡ് ആയിട്ട് എനിക്ക് ഒരു ധൃതിയില്ല. ഇപ്പൊ ജിത്തു എനിക്കറിയാം, ഇപ്പൊ ജിത്തു എന്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. അടുത്ത 2 വർഷം ജിത്തു സിനിമ ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ ഹി വിൽ ബി ലീസ് ബോതേർഡ്. ജിത്തുവിന് അതൊരു പ്രശ്നമേ. ജിത്തു അപ്പോൾ ഇരിക്കും അടുത്തൊരു 10 കഥകൾ ഉണ്ടാക്കും. അപ്പൊ എനിക്ക് അതന്നേ ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നി. ഒരു ഭയങ്കര ഒരു സെൽഫ് അഷ്യോർഡ് ഒരു യങ് മാൻ ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് അങ്ങനെ ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ ഓഫ്കോഴ്സ് ജയരാജ് സാറിനെ അസിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ജയരാജ് സാറിനെ പോലും 1 or 2 സിനിമകളിൽ മാത്രമാണ് അസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ജിത്തുവിൻ്റെ ആ ഒരു ഫാസറ്റിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ജിത്തു എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ, ഊഴത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് എക്സ്ട്രീംലി ഒരു മോഡേൺ കഥയായിട്ട് തോന്നി. സ്ട്രേഞ്ച്ലി നമ്മൾ 8-9 വർഷം കഴിഞ്ഞ് സിനിമ ചെയ്യുമ്പോൾ ഇറ്റ് സ്റ്റിൽ സീംസ് വെരി ടുഡേസ് കൈൻഡ് ഓഫ് എ ഫിലിം. ഓഫ് കോഴ്സ് ഞാൻ ഈ പറഞ്ഞ ഈ നെറേറ്റീവിന്റെ മാറ്റം അതിനെ എനിക്ക് തോന്നുന്നു ഷുഡ് ഹാവ് ഹെൽപ്ഡ് ഭയങ്കരമായിട്ട്. ജിത്തു പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു എന്താ പറയുക ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ആരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു കഥയൊന്നുമല്ല. ഇറ്റ്സ് എ റിവെഞ്ച് എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു ഫോർമുല ഉണ്ടല്ലോ. ഒരു നായകൻ, ഒരു പ്രതിനായകനാൽ ബാധിക്കപ്പെടുന്ന നായകൻ, തൻ്റെ പ്രതികാരം വീട്ടുന്ന നായകൻ. അപ്പോൾ അത് ആ ഒരു ഫോർമുലയൊക്കെ തന്നെയാണ് ഈ സിനിമയും. സാധാരണ ഒരു ഹൂഡണ്ണിറ്റോ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല. ആര്, എന്തിന്, ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം ആദ്യത്തെ 10-15 മിനിറ്റിൽ ഈ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എങ്ങനെ എന്നുള്ള ചോദ്യത്തിലാണ് ഊഴം എന്ന സിനിമ കുറച്ച് ഒരു പുതിയതാവുന്നത്. എൻ്റെ കഥാപാത്രത്തിനൊരു എക്സ്പേർട്ടീസ് ഉണ്ട്. എൻ്റെ തൊഴിൽ മേഖലയിൽ, ഞാൻ ചെയ്യുന്ന തൊഴിൽ മേഖലയിലൂടെ എനിക്ക് കിട്ടുന്ന ഒരു എക്സ്പേർട്ടീസ് ഉണ്ട്. അയാളുടെ ആ എക്സ്പേർട്ടീസ് ഉപയോഗിച്ചാണ് അയാളുടെ പ്രതികാരം അയാൾ വീട്ടുന്നത്. അവിടെ ആണ് ഇതിനൊരു പുതുമയുള്ളത്. മാത്രമല്ല, നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ചിത്രത്തിന്റെ ഒരു മികവ് വെച്ച് നോക്കുമ്പോൾ പൃഥ്വിക്ക് ഒരുപാട് ആരാധനയും ഇഷ്ടവും ഒക്കെ ഉള്ള ഒരു സംവിധായകൻ തന്നെയാണ് ജിത്തു ജോസഫ്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പേർട്ടീസ് ജിത്തുവിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഊഴം എന്ന സിനിമ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ചെയ്യാൻ പൃഥ്വിയെ കൂടുതൽ മോട്ടിവേറ്റ്. ജിത്തു എന്നോട് പറഞ്ഞ എല്ലാ കഥകളും ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടൊന്നുമില്ല. ജിത്തു പറഞ്ഞു, ഇന്റർവ്യൂല് പറഞ്ഞു മമ്മി ആൻഡ് മീ ഫസ്റ്റ് പൃഥ്വിയുടെ അടുത്ത് പറഞ്ഞ കഥയാണ്. പക്ഷെ മമ്മി ആൻഡ് മീ എനിക്ക് മോശം കഥയായിട്ട് തോന്നിയില്ല. എനിക്ക് ഐ ജസ്റ്റ് തോട്ട് മമ്മി ആൻഡ് മീ എന്നേക്കാൾ സൂട്ടബിൾ ചാക്കോച്ചനാണെന്ന് എനിക്കും തോന്നി. ചാക്കോച്ചൻ നന്നായിട്ട് ചെയ്തു. അതല്ലാതെ തന്നെ 1-2 കഥകൾ ബൗൺസ് ചെയ്തിട്ട് ജിത്തു ഇത് നമുക്ക് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജിത്തു എന്നോട് ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ ചേട്ടൻ ചോദിച്ചപ്പോ അല്ലേ ഇത് രാജു ചേട്ടൻ. ഉണ്ട്. ആ സ്വാതന്ത്ര്യമുണ്ട്. അത് പറയാൻ പറ്റില്ല. റിലീസായോ സിനിമ? ഇല്ലില്ല. അതെ. ജിത്തു ഇൻ ദ സെൻസ് ഞാൻ മലയാള സിനിമയൊന്നും നമ്മൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുകയല്ലെങ്കിൽ പോലും ഉടനെ ഒരുമിച്ചൊരു സിനിമയുടെ ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും പലപ്പോഴും വിളിച്ച് ജിത്തു വീട്ടിലേക്ക് വാ, അല്ലെങ്കിൽ ജിത്തു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്ന വളരെ ചുരുക്കം ആൾക്കാരിലൊന്നാണ്. അതിൽ എൻ്റെ അതെ, ജിത്തുവിൻ്റെ വൈഫും അതെ, പിള്ളേരും അതെ, എല്ലാവരും അതെ. നമ്മളൊരു വളരെ ക്ലോസ് ഫാമിലീസ് ആണ്. അപ്പോൾ എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എനിക്ക് ജിത്തുവിനോട് ഐ ക്യാൻ ബി വെരി ഓപ്പൺ അബൌട്ട് വാട്ട് ഐ തിങ്ക് അബൌട്ട് ഹിസ് സ്ക്രിപ്റ്റ്സ്. ആൻഡ് ഐ നോ ജിത്തു. ഇപ്പോൾ പുതിയൊരാൾ ഇപ്പോൾ ഈ ഊഴത്തിൽ തന്നെ എനിക്കറിയാം പുതിയ ആക്ടേഴ്സൊക്കെ വരുമ്പോൾ അവരിനോടും ചോദിക്കും ചേട്ടാ അതെ എനിക്ക് ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാൽ കൊള്ളാം, പക്ഷെ ജിത്തു സാറിനോട് എങ്ങനെയാണ്? ഞാൻ പറയും നീ ജിത്തു സാറിനോട് പറ. കാരണം എനിക്കറിയാം ജിത്തു ഇസ് വെരി വെരി എനിക്ക് തോന്നുന്നു ദാറ്റ് കംസ് ഫ്രം ഹിസ് സെക്യൂരിറ്റി. ഒരു ഒട്ടും ഇൻസെക്യൂർ അല്ലാത്ത ഫിലിം മേക്കർ. അതായത് തൻ്റെ ഒരു കൺസെപ്ഷനിൽ നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്. അപ്പൊ അതിൽ ഒരു ആക്ടറിന്റെ ഇന്റർപ്രിട്ടേഷൻ താൻ മനസ്സിൽ വിചാരിച്ചതിൽ നിന്ന് കുറച്ച് മാറിപ്പോയാൽ ഉടനെ അങ്ങ് വെപ്രാളപ്പെടുന്ന ഒരു ഫിലിം മേക്കർ ഒന്നുമല്ല. മറ്റുള്ളവർ അങ്ങനെയാണെന്നല്ല പറയുന്നത്. അങ്ങനെ ജിത്തുവിന്റെ ഈ ക്വാളിറ്റിയുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. പക്ഷെ ഐ എൻജോയ് ദാറ്റ് ഇൻ എ ഫിലിം മേക്കർ. അതുകൊണ്ട് തന്നെ എനിക്ക് ജിത്തുവിന്റെ സിനിമകൾ ഭയങ്കര ഒരു കൺസ്ട്രക്റ്റീവ് പ്രോസസ് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മൾ ഇനിയും സിനിമകൾ ചെയ്യും. ഇനിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറെ സബ്ജക്റ്റുകൾ ജിത്തുവിന്റെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സ്റ്റാർ ഓണം വിത്ത് പൃഥ്വിരാജാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല വിശേഷങ്ങൾ, ഊഴം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി പൃഥ്വിരാജാണ് ഇന്ന് നമ്മളോടൊപ്പം.
എന്തായാലും പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഓണച്ചിത്രം തന്നെയാണ് ഊഴം. അപ്പൊ ഊഴം എന്ന സിനിമയിൽ സൂര്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് പൃഥ്വി അവതരിപ്പിക്കുന്നത്. പൃഥ്വിയുടെ മൂവി കരിയറിൽ എത്രത്തോളം ഡിഫറെന്റ് ആണെന്ന് ഞാൻ ചോദിക്കില്ല, ബട്ട് വാട്ട് ഈസ് ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർവേഡ്? ഞാൻ പറഞ്ഞില്ല, ഇൻ ദ സെൻസ് ഊഴം എന്ന് പറഞ്ഞ സിനിമയോ അതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രമോ ഒരു ബ്രേക്ക് ത്രൂ സംഭവമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, ജിത്തുവും അവകാശപ്പെടില്ല. അറ്റ് ദി ഔട്ട്സെറ്റ് ഇതൊരു കമേഴ്ഷ്യൽ എന്റർടൈനറാണ്. ഇറ്റ്സ് എ റിവെഞ്ച് ഡ്രാമ. അതിനപ്പുറത്തേക്ക് ഒരു പുതുമയും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഈ സിനിമയ്ക്ക്. കഥ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചില പുതുമകളുണ്ട്. അതും നെവർ ബിഫോർ സീൻ ഇൻ വേൾഡ് സിനിമയൊന്നും അല്ല. ഇതിനു മുമ്പ് അത്തരം നറേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓൾ ഇൻ ഓൾ ഒരു വളരെ ഫാസ്റ്റ് പേസ്ഡ്, നമുക്കിങ്ങനെ ഒരു വൺ സീൻ ടു ദ നെക്സ്റ്റ് സീൻ നമ്മളിങ്ങനെ ക്യാരി ത്രൂ ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. എൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ഇമോഷണൽ തലങ്ങളിലൊന്നും അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വാട്ട്സ് ഇൻട്രസ്റ്റിംഗ് ഇസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദ മോഡ് ഓഫ് റിവെഞ്ച് ഉണ്ട്, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് അറ്റ്ലീസ്റ്റ് ഞാൻ മലയാളത്തിൽ മറ്റൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇയാൾ എങ്ങനെയാണ് ഈ പ്രതികാരം ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു സോഷ്യൽ കോസ് ഈ തീമിൽ അറ്റാച്ച്ഡ് ആണോ? Could be, maybe not. ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇയാളുടെ തൊഴിൽ മേഖലയിലെ ഇയാളുടെ എക്സ്പെർട്ടീസ് ഉപയോഗിച്ചാണ് ഇയാള് റിവെഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഒരിക്കലും ആ റെലം വിട്ടു പോകുന്നില്ല. ഇതിനകത്തെ ആക്ഷനും ഒരിക്കലും ഇയാൾ അവിടെ നിന്ന് വിട്ട് ഇയാളൊരു പെട്ടെന്നൊരു ഭയങ്കര ഒരു 25 പേരെ ഒരുമിച്ച് ഇടിച്ചിടുന്ന ഒരു അതിലേക്ക് സിനിമ ഒരിക്കലും പോകുന്നില്ല. അങ്ങനെ പോകാതെ തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ സൂര്യ കൃഷ്ണമൂർത്തിക്ക് വേണ്ടി കൈയടിച്ചു പോകുന്ന കുറെ മൊമെന്റ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഒരുപാട് ഒരു വലിയ താരനിര തന്നെ ഉണ്ട് ഊഴം എന്ന് പറയുന്ന ചിത്രത്തിൽ. പുതുമുഖ താരങ്ങളുണ്ട്. പണ്ട് മുതലേ നമ്മൾ കണ്ടു പരിചയിച്ച ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ബാലേന്ദ്ര മേനോൻ സാറിന്റെ ഒരു ഇതിലുള്ള ഇൻവോൾവ്മെന്റ് തന്നെയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു നല്ല കഥാപാത്രമായിട്ട് തിരിച്ചു വരുന്നതെന്ന് തന്നെ പറയാം. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ? ഇല്ല, മേനോനങ്ങളായിട്ട് ഞാൻ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അഭിനയിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അഗെയിൻ ഞാൻ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. എൻ്റെ 6 or 7 സിനിമകൾ അച്ഛനെ വെച്ച് സംവിധാനം ചെയ്തിട്ടുള്ള അമ്മയുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ കുട്ടിക്കാലം മുതൽ അങ്കിൾ എന്ന് വിളിച്ച് വളരുന്ന, ട്രിവാൻഡ്രത്ത് ഞാൻ ജനിച്ച് വളർന്ന വീടിൽ നിന്നും സ്ഥലത്തു നിന്നും ഒരുപാട് ദൂരെ അല്ലാതെ താമസിക്കുന്ന എനിക്ക് അദ്ദേഹത്തിന് ഒരു സിനിമ പേഴ്സണാലിറ്റി ആയിട്ടല്ല എനിക്ക് അറിയാവുന്നത്. എനിക്കൊരു ഫാമിലി ഫ്രണ്ട് ആയിട്ടാണ്. എനിക്ക് ആക്ച്വലി ഐ എം റിയലി ഹാപ്പി. മേനോൻ അങ്കിൾ വാസ് ഇൽ ഫോർ എ വൈൽ. അത് കഴിഞ്ഞ് നൗ ഹി ഈസ് ബാക്ക്. ആൻഡ് എനിക്ക് ഊഴത്തിന് ഭയങ്കര സന്തോഷം തോന്നിയത് ഓൺ ലൊക്കേഷൻ എനിക്ക് പണ്ടത്തെ മേനോൻ അങ്കിളിന്റെ വീട്ട് തോന്നി. എനിക്ക് പണ്ട് മേനോൻ അങ്കിൾ പറഞ്ഞിരുന്ന ടൈപ്പ് തമാശകളും, ഐ മീൻ ഷോർട്ടിലല്ലേ വെറുതെ ഇരിക്കുമ്പോഴേ ഹിസ് സെൻസ് ഓഫ് ഹ്യൂമർ ആൻഡ് ഒരു ഭയങ്കര പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി അവെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറയാൻ കഴിയുന്ന തരം സെറ്റയറൊക്കെ ഇല്ലേ, അതൊക്കെ ഇറ്റ്സ് ബാക്ക് നൗ. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നി. ഞാൻ മേനോൻ അങ്കിൾ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര എക്സ്ക്ലൂസീവ് സ്പേസിലാണുള്ളത്. ഞാനിനിയും ചെയ്യാൻ പോകുന്ന ഒരുപാട് സിനിമകളിൽ ചില കഥാപാത്രങ്ങൾക്ക് മേനോൻ അങ്കിളിനെ കാസ്റ്റ് ചെയ്താലോ, മേനോൻ അങ്കിളിന് പകരം ആരായിരിക്കും വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരുപാട്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് സം വെരി വെരി ഗുഡ് ക്യാരക്ടേഴ്സ് ഫ്രം ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ ഓൾമോസ്റ്റ് 100ഓളം ചിത്രങ്ങളിൽ ചെയ്ത് തീരാറായി പൃഥ്വി. അപ്പോൾ ഇനി അഭിനേതാവ് എന്നും ഉള്ളിൽ തന്നെ ഉണ്ടാവും, എങ്ങും പോവില്ല. പക്ഷെ എന്നാലും കൂടെ അഭിനയിച്ചവരെ അല്ലെങ്കിൽ കൂടെ ഇപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരെ എല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി പൃഥ്വി എന്നാണ് ക്യാമറയ്ക്ക് പിന്നിലേക്ക് പോകാൻ ഒരു ഊഴം അടുക്കാറായോ സംവിധായകന്റെ? ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ വിചാരിക്കും ഇങ്ങനെ ഓരോ സിനിമയുടെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഞാൻ പറയും അത് ഞാൻ അടുത്ത വർഷം ഞാൻ എന്തായാലും ചെയ്യും. പക്ഷെ അതിന്റെ സമയം കണ്ടെത്തലാണ് എനിക്ക് പറ്റാതെ പോകുന്നത്. ഇൻ ദ സെൻസ് ആസ് എൻ ആക്ടർ ഞാനൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വലുതെന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് അങ്ങനെയല്ല, എനിക്ക് പറയാൻ പറ്റാത്ത കഥാപാത്രങ്ങളാണ് വരുന്നത്. എനിക്ക് ഇൻ ദ സെൻസ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഞാനൊരു മോശം സ്ക്രിപ്റ്റ് കേട്ടിട്ട് കുറേ കാലമായി. എനിക്കത് ഭയങ്കര, കുറച്ചു കാലം മുമ്പ് വരെ ഞാൻ നല്ല സ്ക്രിപ്റ്റുകൾ വല്ലപ്പോഴും ആയിരുന്നു കേൾക്കാറുള്ളത്. ഇപ്പൊ ഞാൻ മോശം സ്ക്രിപ്റ്റുകൾ കേട്ടിട്ട് തന്നെ കുറേ കാലമായി. ഐ എം ഹാപ്പി നോട്ട് ജസ്റ്റ് ഫോർ മീ. അത്രയും നല്ല ചിന്തകളും കഥകളും തിരക്കഥകളും ഉണ്ടാകുന്നുണ്ടല്ലോ. അതിനകത്തൊരു 90% ഓഫ് ദം ആർ ഫ്രം ന്യൂ റൈറ്റേഴ്സ്. അതിൽ തന്നെ ഒരു 60 to 70% ആർ ഫ്രം പീപ്പിൾ വിത്ത് ആബ്സല്യൂട്ട്ലി നോ ഫിലിം ബാക്ക്ഗ്രൗണ്ട്. എനിക്കറിയാം, എനിക്ക് ഇപ്പോഴും ഡെയിലി മെസ്സേജുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഒരു കഥയുണ്ട്, കേൾക്കാൻ പറ്റുമോ?
എനിക്ക് ഒരു ലിമിറ്റ് ഇല്ല. ഇൻ ദ സെൻസ് there's a limit to the number of stories I can listen to, and currently I'm in a position where I know that എനിക്ക് ഒരു പുതിയ സിനിമയിലേക്ക് ഞാനിനി എത്തണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വരുന്ന ആൾക്കാരോട് ഞാൻ മേ ബി ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ എന്നോടൊരു കഥ പറഞ്ഞിട്ട് അങ്ങനെ പറയാറുള്ളത്. പക്ഷെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമകളെല്ലാം ഐ വുഡ് ലൈക്ക് ടു ബിലീവ് ഒന്നിനൊന്ന് വ്യത്യസ്തവും. എനിക്കും ഈവൻ ആസ് എൻ ആക്ടർ, ഞാൻ 100ഓളം സിനിമകൾ അഭിനയിച്ച ഒരാളാണ്. സോ അറ്റ് ദാറ്റ് പോയിന്റ് to be presented with 3 years ahead of you which you think are going to be exciting from one film to the other, I think is a big blessing. നമ്മൾ 100 സിനിമകളൊന്നും എത്തുന്നതിന് വളരെ മുമ്പ് എൻ്റെ കരിയറിൽ ചില പോയിന്റുകളിൽ എനിക്ക് ബോറടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന സിനിമകൾ. ഇപ്പൊ അതില്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് മുന്നിലേക്ക് വരുന്നതും കൈവിട്ട് കളയാൻ തോന്നാത്ത പ്രോജക്റ്റുകൾ. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു 8 മാസം ഞാൻ എൻ്റെ സംവിധാന സംരംഭത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ കഴിയുന്നില്ല. അപ്പൊ എന്തായാലും അധികം താമസിയാതെ തന്നെ പൃഥ്വിയിലെ സംവിധായകൻ ഞങ്ങൾക്ക് മുന്നിൽ എത്തുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പൊ ഒരുപാട് എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് പൃഥ്വിരാജ് എന്ന നടനും പ്രൊഡ്യൂസറും എല്ലാം. അത് ഉടനെ തന്നെ സാധിക്കട്ടെ. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനത്തെ സിനിമ ആയിരിക്കണം എന്നുള്ള ഒരു ത്രെഡ് ഓൾറെഡി മനസ്സിലുണ്ടോ? യു വെയിറ്റിംഗ് ഫോർ ദ സ്ക്രിപ്റ്റ് ഓൾസോ? 1-2 ചിന്തകളുണ്ട്. എന്നോട് മറ്റു ചില റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള 1-2 കഥകളുണ്ട്. രാജു ഇത് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ആർ ഡയറക്ടിങ് ഇറ്റ് വിൽ ബി ഹാപ്പി എന്ന് പേരെടുത്ത് പറഞ്ഞാൽ വളരെ പ്രശസ്തരായ 1-2 റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ട് എനിക്ക് ചെയ്യണം താല്പര്യമുള്ളത്. പക്ഷെ ഐ എം ജസ്റ്റ് വറി, ഞാനൊരു ഭയങ്കര എക്സ്പെൻസീവ് ഫിൽം മേക്കർ ആയിരിക്കും തോന്നുന്നു. എനിക്ക് അതൊക്കെയാണ് എൻ്റെ പേടി. ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഫിൽം മേക്കർ ആകുമോ എന്നൊരു ഭയമുണ്ട്. അതാണ് പേടി. അതാണ് ഏറ്റവും വലിയ പേടി. ഉള്ള പൈസ ഒക്കെ ഞാൻ അപ്പോ ഉടനെ തന്നെ പൃഥ്വിയിലെ സംവിധായകൻ ഞങ്ങൾക്ക് മുന്നിൽ എത്തട്ടെ, എല്ലാം മറയും നീക്കി ഞങ്ങൾക്ക് മുന്നിൽ എത്തട്ടെ, അഭിനേതാവിനെയും വെല്ലുന്ന സംവിധായകൻ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഊഴം എന്ന സിനിമയ്ക്ക് ഈ ഓണത്തിന് തീർച്ചയായിട്ടും നല്ല ടൈമിൽ തന്നെയാണ് റിലീസ് ആവുന്നത്. ഒരു ഓണക്കാലം എന്ന് പറയുന്നത് വെക്കേഷനാണ്. അപ്പൊ എല്ലാവരും എത്ര സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന സമയം കണ്ടെത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ ഊഴത്തിന് തിയേറ്റർ ഇങ്ങനെ നിറഞ്ഞ് എല്ലാവരും വന്ന് കാണട്ടെ, നല്ല അഭിപ്രായങ്ങൾ കിട്ടട്ടെ. ഇതിന്റെ ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെ ഉടനെ തന്നെ സംവിധായകന്റെ ഊഴം ഞങ്ങൾക്ക് മുന്നിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഫുൾ ടീമിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഊഴം എന്ന് പറയുന്ന സിനിമ ഓഫ്കോഴ്സ് മോർ ദൻ എനിത്തിങ് എൽസ് ഒരു ജിത്തു ജോസഫ് സിനിമയാണ്. അതിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ഒരു സന്തോഷം. ജിത്തു ദൃശ്യത്തിന് ശേഷം എഴുതുന്ന സിനിമയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നൊരു വീണ്ടും എടുത്തു പറയേണ്ടത് ഒരു മെമ്മറീസിന് ശേഷം എന്നൊക്കെ വിചാരിച്ചിട്ടൊരു സസ്പെൻസ് ത്രില്ലറൊന്നും പ്രതീക്ഷ ആരും പോകരുത്. ഇതൊരു റിവെഞ്ച് ആക്ഷൻ ഡ്രാമ ആണ്. ഡ്രാമ എന്ന് വേണേൽ പറയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീംലി ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് ഒരു സീൻ മുതൽ അടുത്ത സീൻ വരെ എങ്ങനെ നമുക്ക് ട്രാൻസിഷൻ ഒന്നും പെട്ടെന്ന് അറിയാൻ പോലും പറ്റാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു നാരറ്റീവാണ്. ആൻഡ് യു വിൽ ബി എന്റർടൈൻഡ്, ദാറ്റ്സ് ഫോർ ഷുവർ. ആൻഡ് കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ എന്തായാലും ഇത്രയും മനോഹരമായ വിശേഷങ്ങൾ ഇത്രയും തുറന്ന് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് പൃഥ്വി. കൈരളി പ്രേക്ഷകരുടെ ഓണാശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളുടെ അണിയറ പ്രവർത്തകരുടെ മുഴുവൻ ഓണാശംസകൾ. എല്ലാവരും സന്തോഷമായിട്ടുള്ള ഒരു ഓണമായിരിക്കട്ടെ ഇപ്രാവശ്യത്തേതും എന്നത്തെയും പോലെ. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടി വേണ്ടി ഓണാശംസകൾ. അപ്പോൾ കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും സുപ്രിയയുടെയും അലങ്കൃതയുടെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും കുടുംബസമേതം ഈ ഓണക്കാലത്ത് തിയേറ്ററിൽ പോയി ഊഴം കാണണം. താങ്ക് യു പൃഥ്വി. അപ്പൊ എന്തായാലും നമ്മൾ കൈരളി ടീമിന്റെയും പ്രേക്ഷകരുടെയും ഓണം നല്ല ഗംഭീരമായിരിക്കുകയാണ്. നമുക്ക് പൃഥ്വിരാജിനെ തന്നെയാണ് നേരിട്ട് കിട്ടിയിരിക്കുന്നത്. നല്ല നല്ല വിശേഷങ്ങൾ ചോദിച്ചറിയാൻ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി. എല്ലാവരും മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കും.